ദീപു നമ്മൾ കുറേ കാലം കൂടിയിട്ടാണ് എഗെയിൻ ഒരു വീഡിയോ ആയിട്ട് ഇരിക്കുന്നത്. എനിക്ക് തോന്നുന്നു നമ്മൾ ലാസ്റ്റ് ചെയ്തത് നല്ലൊരു ഇൻഫർമേഷൻ ബ്ലോഗായിരുന്നു. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഒരു പ്രോപ്പർട്ടി എടുക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഡോക്യുമെൻറ്റ്സ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു ബ്ലോഗാണ് നമ്മൾ അന്ന് ചെയ്തത്. എനിക്ക് തോന്നുന്നു നല്ല രീതിയിൽ റീച്ച് കിട്ടിയ ഒരു വ്ളോഗായിരുന്നു അത്. കാരണം ഒത്തിരി പേര് നമ്മളെ വിളിച്ചിട്ട് പറഞ്ഞിരുന്നു അത് ഭയങ്കര ഇൻഫോർമേറ്റീവ് ആയിരുന്നു, നമുക്ക് അറിയില്ലായിരുന്നു ഇത്രയും ഡോക്യുമെൻറ്റ്സ് വേണം എന്നുള്ളത്. ഈവൻ എനിക്ക് തന്നെ അത് കഴിഞ്ഞപ്പോഴാണ് ഇത്രയും ഡോക്യുമെൻറ്റ്സ് വേണം എന്നുള്ളത് എനിക്ക് തന്നെ മനസ്സിലായത്. എനിക്ക് തോന്നുന്നു ദീപുവിനും ഒത്തിരി കോൾസും അപ്രീസിയേഷനൊക്കെ വന്ന ഒരു വ്ളോഗായിരിക്കും അത്, അല്ലേ? അപ്പം നമ്മളിങ്ങനെ പല കാര്യങ്ങളും പ്ലാൻ ചെയ്തെങ്കിലും എനിക്ക് തോന്നുന്നു നമ്മുടെ രണ്ടുപേരുടെയും ഒരു തിരക്കുകൾ കൊണ്ട് അത് നടന്നില്ല. കാരണം ദീപു ഇപ്പോൾ കൂടുതലും ദുബായ് മാർക്കറ്റാണ് കോൺസെൻട്രേറ്റ് ചെയ്യണം. അപ്പോൾ ദീപുവിനോട് കാണാറില്ല അധികം. അപ്പം നമ്മൾ പിന്നെ ഒരു പോഡ്കാസ്റ്റിൻ്റെ ഇങ്ങനെ ഒരു സെഗ്മെന്റ് സ്റ്റാർട്ട് ചെയ്തത് നമ്മളിങ്ങനെ കുറേ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ എസ്പെഷ്യലി റിയൽ എസ്റ്റേറ്റിനെ കുറിച്ച് പറയാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമ്മളിങ്ങനെ ഡിസ്കസ് ചെയ്തപ്പോൾ ദീപു എന്നോട് പറഞ്ഞ കണ്ടന്റ് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. കാരണം എന്താ വെച്ചാൽ ഇപ്പോൾ ദീപുവിനെ സംബന്ധിച്ചിടത്തോളം ദീപു 3 മാർക്കറ്റും ഹാൻഡിൽ ചെയ്യുന്ന ഒരാളാണ്. അതായത് കേരള മാർക്കറ്റ്, ഇന്ത്യൻ മാർക്കറ്റ്, അതുപോലെ തന്നെ ഇപ്പം ദുബായ് മാർക്കറ്റ് നല്ല രീതിയിൽ എസ്റ്റാബ്ലിഷ് ചെയ്തൊരു വ്യക്തിയാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ കേരള മാർക്കറ്റാണ് കൂടുതലും ഫോക്കസ് ചെയ്യുന്നത്. അപ്പോൾ ദുബായിൽ എന്താണ് നടക്കുന്നത് അല്ലെങ്കിൽ അവിടുത്തെ നിയമങ്ങൾ കാര്യങ്ങളൊന്നും ആക്ച്വലി എനിക്കറിയില്ല. പക്ഷെ ആ ഒരു കണ്ടന്റ് ഭയങ്കര നല്ലൊരു കണ്ടന്റാണ്. അവിടെ ഇൻവെസ്റ്റ് ചെയ്യുന്നത് സേഫ് ആണോ? കാരണം വേൾഡിൽ എനിക്ക് തോന്നുന്നു ഒത്തിരി പേര് ഇൻവെസ്റ്റ് ചെയ്യാൻ എടുക്കുന്ന ഒരു മാർക്കറ്റാണ് ഇപ്പോൾ ദുബായ് മാർക്കറ്റ്. അപ്പോൾ ഇന്നത്തെ ഒരു പോഡ്കാസ്റ്റിൽ നമ്മൾ ദുബായ് മാർക്കറ്റ് അല്ലെങ്കിൽ ദുബായിൽ റിയൽ എസ്റ്റേറ്റ്, അവിടെ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്നതുകൊണ്ടുള്ള ഗുണങ്ങൾ, അവിടെ എന്തൊക്കെ നമുക്ക് സേഫ്റ്റി ഉണ്ട്, ഒത്തിരി കാര്യങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതാണ് നമ്മൾ ഇന്നത്തെ ഒരു പോഡ്കാസ്റ്റിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. താങ്ക് യു നിമി. ഫസ്റ്റ് ഓഫ് ഓൾ ഐ ആം സോ ഹാപ്പി ടു ഹാവിങ് മീ ഹിയർ. ഇറ്റ്സ് ഓൾവേസ് ബീൻ എ പ്ലഷർ. നിമ്മിയുടെ ഒരു പോഡ്കാസ്റ്റ് ആയാലും വ്ളോഗിങ് ആയാലും നിമ്മിയുടെ കൂടെ വന്നിരുന്ന് റിയൽ എസ്റ്റേറ്റിനെ കുറിച്ച് സംസാരിക്കാൻ ഐ എം ഓൾവേസ് ഹാപ്പി ആൻഡ് പ്രിവിലേജ്ഡ്. ഓക്കെ, യെസ്, ദുബായിയെ കുറിച്ച് സംസാരിക്കുമ്പോൾ ഇപ്പോൾ കുറച്ച് ഞാൻ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് കൂടുതലും ദുബായ് മാർക്കറ്റാണ്. അപ്പോൾ അതുകൊണ്ടാണല്ലോ നിമ്മി ഒരുപാട് മാർക്കറ്റുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന ആളാണ്. വളരെ വൺ ഓഫ് ദ മോസ്റ്റ് പോപ്പുലർ വ്ളോഗർ ഇൻ കേരള. അപ്പോൾ ഡെഫിനറ്റ്ലി റിയൽ എസ്റ്റേറ്റ് സംബന്ധമായിട്ടുള്ള പലതരത്തിലുള്ള ക്വയറികൾ നിമ്മിക്ക് വരിക സ്വാഭാവികമാണ്. അപ്പം ഇന്നിപ്പോൾ ഇന്ത്യൻസ് ഏറ്റവും കൂടുതൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന ഒരു മാർക്കറ്റാണ് ദുബായ്. അപ്പോൾ ദുബായെക്കുറിച്ചുള്ള ആകാംക്ഷഭരിതമായിട്ടുള്ള ചോദ്യങ്ങൾ നിമ്മിലേക്ക് എത്തിയത് വളരെ സ്വാഭാവികമായിട്ടുള്ള കാര്യമാണ്. ഓക്കെ, അപ്പോൾ അതിനെക്കുറിച്ച് എനിക്കറിയാവുന്ന, ഞാൻ ഇപ്പോൾ ഈ ദുബായിൽ ബിസിനസ് തുടങ്ങുന്നതിൻ്റെ ഭാഗമായിട്ട് ഐ ഹാവ് ഡൺ തോറോ റിസർച്ച്. അപ്പം അതിൻ്റെ എനിക്കറിയാവുന്ന നോളജുകൾ ഷെയർ ചെയ്യാൻ ഐ ആം മച്ച് ഒബ്ലൈസ്ഡ് ടു ഡു വിത്ത് യു. പിന്നെ ഫസ്റ്റ് ഓഫ് ഓൾ ഐ വാണ്ട് ടു കൺഗ്രാജുലേറ്റ് യു. വ്ളോഗിൽ നിന്ന് മാറി ഒരു പോഡ്കാസ്റ്റ് സെഗ്മെന്റിലേക്ക് വന്നു. റിയൽ എസ്റ്റേറ്റ് ഇൻഡസ്ട്രിക്ക് വളരെയധികം കോൺട്രിബ്യൂട്ട് ചെയ്യാവുന്ന ഒരു സെഗ്മെന്റാണ് ഇത്. കാര്യം ഇൻഡസ്ട്രിയിലെ പല മൈക്രോ മാർക്കറ്റ് മൂവ്മെന്റുകളും മാക്രോ മാർക്കറ്റ് മൂവ്മെന്റും വളരെയധികം എക്സ്പേർട്ടായിട്ടുള്ള പേഴ്സണാലിറ്റീസ് ഇവിടെ വന്നിരുന്നു, നിമ്മയോട് സംസാരിക്കുന്നു. അപ്പം കോമൺ സിറ്റിസൺസിന്, പൊതുജനങ്ങൾക്ക്, അല്ലെ റിയൽ എസ്റ്റേറ്റ് ഇൻഡസ്ട്രിയോട് താല്പര്യമുള്ള ഇൻവെസ്റ്റേഴ്സ്, കൺസ്യൂമേഴ്സിനൊക്കെ വളരെയധികം അത് പ്രയോജനം ചെയ്യും. പോഡ്കാസ്റ്റ് എന്ന് പറയുമ്പോൾ ഒബ്വിയസ്ലി ഒരു നോളജ് ഇമ്പാർട്ടിംഗ് ആണ്. വളരെ കാഷ്വലായിട്ട് നമ്മളത് സംസാരിച്ച് ഒരുപാട് അറിവുകൾ പകരുന്നു. അറിവിനോടൊപ്പം തന്നെ ഇൻവെസ്റ്റ്മെന്റ് ഇൻപുട്സും ഇന്റൽസും നമ്മൾ കൊടുക്കുകയാണ്. അപ്പോൾ ആ ഒരു ഇനിഷ്യേറ്റീവിന് എൻ്റെ കൺഗ്രാജുലേഷൻസ്. എനിക്ക് ആക്ച്വലി വേണ്ടത് യു ഷുഡ് സ്റ്റാർട്ട് എ റിയൽ എസ്റ്റേറ്റ് ചാനൽ. അതാണ് കാര്യം. അങ്ങനെ ഒരു പൊട്ടൻഷ്യലും കാലിബറും ഉള്ള ആളാണ് നിമ്മി. അപ്പോൾ അത് ഇറ്റ് ഈസ് വെരി മച്ച് റിക്വയർഡ് ഇൻ ദിസ് മാർക്കറ്റ്. ബേസിക്കലി ഒരുപാട് ആളുകൾക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ ആഗ്രഹമുണ്ട്, പക്ഷേ ഒരുപാട് ലാക്ക് ഓഫ് നോളജ്, ദേ ഹാവ് സോ മച്ച് ഇൻഹിബിഷൻസ്. അപ്പൊ നിമ്മി പോലുള്ള പേഴ്സണാലിറ്റികൾ ആ ഒരു ബ്രിഡ്ജ്, ആ ഗ്യാപ്പ് ബ്രിഡ്ജ് ചെയ്യാൻ കഴിവുള്ള നന്നായിരിക്കും. കാരണം അന്ന് എനിക്ക് തോന്നുന്നു ദീപു ആയിട്ടുള്ള ഒരു സംസാരത്തിൽ നിന്നാണ് നമ്മൾ അന്ന് ഈ റിയൽ എസ്റ്റേറ്റിൽ വരുന്നവർക്കുള്ള ക്ലാസ്സസ് നമ്മൾ സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങിയത്. അത് പിന്നെ നമുക്ക് പറ്റിയിട്ടില്ല. അത് കുറച്ച് ക്ലാസ്സൊക്കെ നമ്മൾ ചെയ്തു, പിന്നെ നമ്മൾ രണ്ടുപേരും തിരക്കായി. അപ്പൊ എനിക്ക് അതിനന്ന് ഏറ്റവും സപ്പോർട്ട് ചെയ്ത് ആക്ച്വലി ദീപു ആണ്. കാരണം ആ ഒരു സെഗ്മെന്റിൽ ക്ലാസ് എടുക്കാനും കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാനും ഒക്കെ ദീപു ഒത്തിരി നമ്മളെ സപ്പോർട്ട് ചെയ്തായിരുന്നു. അത് നല്ലൊരു ഇനീഷ്യേറ്റീവ് ആയിരുന്നു ശരിക്കും പറഞ്ഞാൽ. പക്ഷെ പിന്നെ നമ്മൾ ഈ പറഞ്ഞ മാതിരി ട്രാവലിംഗ് ഒത്തിരി കൂടി കഴിഞ്ഞപ്പോൾ, വർക്ക് കൂടി കഴിഞ്ഞപ്പോൾ നമുക്ക് അതിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യാനൊരു സമയം കിട്ടാറില്ല. അപ്പം നമ്മൾ ഒരുമിച്ച് ഒത്തിരി കാര്യങ്ങൾ റിയൽ എസ്റ്റേറ്റിൽ നമുക്ക് ചെയ്യാനായിട്ട് പറ്റിയിട്ടുണ്ട്. അപ്പം ഇനിയും അങ്ങനെ തന്നെ പോകട്ടെ. അതെ, അതെൻ്റെ പാഷനാണ്. റിയൽ എസ്റ്റേറ്റ് ഇൻഡസ്ട്രിക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റിയ എന്ത് നിമ്മയുടെ ഇനിഷ്യേറ്റീവിനും ഐ ആം ദെയർ ഫോർ. ദീപ് ഇപ്പോൾ കൂടുതലും ദുബായ് മാർക്കറ്റാണ് കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്, അല്ലേ? അപ്പോൾ എനിക്കുള്ളൊരു ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു വേൾഡ് മാർക്കറ്റാണ് ദുബായ് എന്ന് പറയുന്നത്. എല്ലാവർക്കും പോകാനും സെറ്റിൽ ആവാനും ആഗ്രഹിക്കുന്ന ഒരു മാർക്കറ്റ്. ഈവൺ ഇപ്പോൾ എനിക്ക് തന്നെയാണെങ്കിലും ചിലപ്പോൾ കുറേ നാൾ കഴിഞ്ഞ് സെറ്റിൽ ആവാൻ ആഗ്രഹിക്കുന്ന ഒരു മാർക്കറ്റ് കൊച്ചി അല്ലാതെ ചോദിച്ചു കഴിഞ്ഞാൽ ഓഫ് കോഴ്സ് മൈ ആൻസർ ഈസ് ദുബായ് ആണ്. കാരണം അത്രയും ഫെസിലിറ്റീസും ഇൻഫ്രാസ്ട്രക്ചറും സേഫ്റ്റിയും ദുബായ് തരുന്നുണ്ട്.
അപ്പോൾ മറ്റ് മാർക്കറ്റുകളെ അപേക്ഷിച്ചിട്ട് എന്താണ് ഒരാൾ ദുബായിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നതുകൊണ്ടുള്ള ഗുണങ്ങൾ, അല്ലെങ്കിൽ വൈ ദുബായ്, എന്തിനാണ് ഒരാൾ ദുബായിൽ ഇൻവെസ്റ്റ് ചെയ്യേണ്ടത്, ഒന്ന് പറയാമോ? വെരി റിലവൻറ്റ് ക്വസ്റ്റ്യൻ. ഫസ്റ്റ് ഓഫ് ഓൾ ഐ കൺഗ്രാജുലേറ്റ് യു. ആഫ്റ്റർ കൊച്ചി യു വാണ്ട് ടു സെറ്റിൽ ഡൗൺ ഇൻ ദുബായ്. അതാണ് ആക്ച്വലി ഇന്ത്യയിലുള്ള ദുബായ് എന്ന് വെച്ചൊരു ട്രെൻഡ് തുടങ്ങുന്നത് തന്നെ നമ്മൾ ഒരു 10-20 വർഷം മുമ്പ് തന്നെ സെലിബ്രിറ്റീസ് അല്ലേ, ബോളിവുഡ് ഫിലിം സ്റ്റാർസ്, ക്രിക്കറ്റേഴ്സ് അല്ലേ, വലിയ ബിസിനസ് എൻ്റർപ്രീനേഴ്സ്, ബിസിനസ് ഹോഞ്ചോസ്, കോർപ്പറേറ്റ് ഹോഞ്ചോസ്, ഇവരൊക്കെ പോയി അവരുടെ ഒരു സെക്കൻഡ് ഹോമായിട്ട് ഓപ്റ്റ് ചെയ്തിരുന്ന ഒരു സ്ഥലമായിരുന്നു ദുബായ്. ഓക്കെ, അപ്പം നമുക്ക് അന്നേ അതിനെക്കുറിച്ചൊരു ഇൻഫർമേഷൻ ഉണ്ടായിരുന്നു. പക്ഷേ എനിക്ക് തോന്നുന്നു ഒരു 2010-15 ശേഷം, ആ ഒരു കാലയളവിന് ശേഷം ഏറ്റവും കൂടുതൽ ഇൻവെസ്റ്റ്മെൻറ്റ് ഇന്ത്യയിൽ നിന്ന് പോകുന്ന ഒരു സ്ഥലമായിട്ട് ദുബായ് മാറി. അതിന് ഫണ്ടമെൻ്റലായിട്ട് അതിനെ സപ്പോർട്ട് ചെയ്യുന്ന കുറേ അധികം കാര്യങ്ങളുണ്ട്. അല്ലാതെ വെറുതെ ഒരു സുപ്രഭാതത്തിൽ ദുബായ് അങ്ങനെ എമർജ് ആയതല്ല. അതൊരു സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള അവിടുത്തെ ലീഡർഷിപ്പിൻ്റെ വിഷൻ്റെയും ലോകത്തു നിന്നുള്ള എല്ലാ തരത്തിലുള്ള ആളുകളുടെ എക്സ്പാറ്റ്സ് അവരുടെ ഒരു കോൺട്രിബ്യൂഷൻ്റെ ഭാഗമായിട്ട് ഇവോൾവ് ആയി വന്ന ഒരു മാർക്കറ്റാണ് ദുബായ് മാർക്കറ്റ്. ഓഫ് കോഴ്സ് നമ്മൾ അത് പറയണം, അങ്ങനെയുള്ള ഒരു വിഷണറി ലീഡർഷിപ്പിൻ്റെ ഒരു കോൺട്രിബ്യൂഷൻ, അതാണ് അതിൻ്റെ ഒരു ഡ്രൈവിംഗ് ഫോഴ്സ് എന്ന് തന്നെ നമുക്ക് പറയാം. ദുബായിയെ സംബന്ധിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ലോകത്തുള്ള ഏകദേശം ഒരു 200ഓളം രാജ്യങ്ങൾ, ഇപ്പോൾ UN ചാർട്ട് ചെയ്തിട്ടുള്ള രാജ്യങ്ങളിലുള്ള എല്ലാ രാജ്യങ്ങളിൽ നിന്നുള്ള ആളുകൾ വന്ന് ജീവിക്കാനും ജോലി ചെയ്യാനും ഇൻവെസ്റ്റ് ചെയ്യാനും തിരഞ്ഞെടുക്കുന്ന ഒരു സെക്കൻഡ് ഹോം ദുബായ് ആയി മാറി. അപ്പോൾ അത്രമാത്രം അക്സെപ്റ്റൻസ് അവിടെ ദുബായ് കിട്ടുന്നുണ്ട്. ഫസ്റ്റ് ഓഫ് ഓൾ നിമ്മി ചോദിച്ച ക്വസ്റ്റ്യൻ്റെ ഡയറക്റ്റ് ആൻസർ, വൈ ദുബായ്? ഇറ്റ് ഈസ് ദ ഫാസ്റ്റസ്റ്റ് ഗ്രോയിങ് റിയൽ എസ്റ്റേറ്റ് മാർക്കറ്റ് ഇൻ ദ വേൾഡ്. എൻഡ് ഓഫ് ദ ഡേ നമ്മൾ പൈസ ഒരിടത്ത് ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ അല്ലേ, നമുക്കതനുസരിച്ചുള്ള റിട്ടേൺ കിട്ടണം. സോ ഇറ്റ് ഈസ് ദ ഫാസ്റ്റസ്റ്റ് ഗ്രോയിങ് റിയൽ എസ്റ്റേറ്റ് മാർക്കറ്റ് ഇൻ ദ വേൾഡ്. പിന്നെ രണ്ടാമത്തെ ഏറ്റവും വലിയൊരു പോയിന്റ് അവിടെയുള്ള ഒരു പൊളിറ്റിക്കൽ സ്റ്റെബിലിറ്റി. ഓക്കെ, ഇപ്പോൾ ഞാൻ നിമ്മിയോട് പറയുക, അഫ്ഗാനിസ്ഥാനിൽ ഞാൻ നിമ്മിക്ക് 5 ടൈംസ് റിട്ടേൺ തരാം, നിമ്മി ഒരു 2 crores rupees അവിടെ ഇൻവെസ്റ്റ് ചെയ്യും. Will you do that? Why? There is no political stability. You don't know what happens next week. അല്ലേ? ദുബായെ സംബന്ധിച്ച് ഏറ്റവും വലിയൊരു ഫാക്ടർ പൊളിറ്റിക്കൽ സ്റ്റെബിലിറ്റിയാണ്. ഓക്കെ, ഒരു അഷ്വറൻസ് ആണ്. അതാണ് ഒരു സേഫ്റ്റി ഉണ്ട്. അതാണ് ഏറ്റവും വലിയൊരു കോൺട്രിബ്യൂട്ടിംഗ് ഫാക്ടറായിട്ട് നമുക്ക് പറയാവുന്നത്. രണ്ടാമത്, ദുബായ് ഹാസ് ബിക്കം എ വേൾഡ്സ് ബിസിനസ് ഹബ്. ഇപ്പം നമ്മൾ ലോകത്തിൽ തന്നെ എടുത്തു കഴിഞ്ഞാൽ ന്യൂയോർക്ക്, ലണ്ടൻ, പാരീസ്, അടുത്ത ഒരു ശ്രേണി വരുന്നത് ദുബായ് ആണ് അല്ലേ, സിംഗപ്പൂർ. അപ്പോൾ ദുബായ് ആ ഒരു ഫസ്റ്റ് ലെവൽ ഓഫ് കൊമേഴ്സ്യൽ ഹബ്, ബിസിനസ് ഹബ് ഓഫ് ദ വേൾഡ്, അത് ദുബായ് ഈ കഴിഞ്ഞ ഒരു 10 വർഷം കൊണ്ട് അച്ചീവ് ചെയ്ത ഒരു നേട്ടമാണ്. ബിക്കോസ് ഓഫ് ഓൾ ദിസ് കൈൻഡ് ഓഫ് എഫേർട്സ് ഫ്രം ഓൾ ദിസ് റൂളേഴ്സ് ഓഫ് ദുബായ്. അപ്പോൾ അതൊക്കെയാണ് ഒരു വലിയൊരു മേജർ കോൺട്രിബ്യൂട്ടിംഗ് ഫാക്ടർ. പിന്നെ ദുബായെ സംബന്ധിച്ച് സ്റ്റഡി ക്യാപിറ്റൽ അപ്രീസിയേഷൻ ആണ്. ഏത് പ്രോപ്പർട്ടി നമ്മൾ ഇൻവെസ്റ്റ് ചെയ്താലും ഒരു 15 മുതൽ 20%, ഞാൻ പറയുന്നത് ഒരു പോസ്റ്റ് കോവിഡ് ഇടയുടെ കാര്യമാണ്, ഒരു 15-20% ആവറേജ് ക്യാപിറ്റൽ അപ്രീസിയേഷൻ അവിടെ ഉണ്ടാകുന്നുണ്ട്. ചില സെഗ്മെൻറ്റുകൾ പറയുകയാണെങ്കിൽ പ്രൈം സെഗ്മെൻറ്റുകളിലൊക്കെയാണ് 100-200% അപ്രീസിയേഷൻസ് ആണ് ഉണ്ടാകുന്നത്. അപ്പോൾ പക്ഷേ നമ്മൾ ഒരു ആവറേജ് ഔട്ട് എടുക്കുമ്പോൾ ദുബായിലെ ഒരു ആവറേജ് 15 മുതൽ 20% ക്യാപിറ്റൽ അപ്രീസിയേഷൻ കിട്ടുന്നുണ്ട്. പിന്നെ ഹൈ റെൻ്റൽ ഈൽഡ്, ലോകത്തിൽ തന്നെ ഡബിൾ ഡിജിറ്റില റെൻ്റൽ ഈൽഡ് കിട്ടുന്ന ഒരു സ്ഥലം ദുബായ് ആണ്. ഓക്കെ, ഇപ്പം നമ്മൾ ഇന്ത്യയിലെ കാര്യം നമ്മൾ കമ്പാരിസണിന് വേണ്ടി പറയുകയല്ല, എങ്കിൽ തന്നെ ഞാൻ പറയുകയാണ്, നമ്മളിവിടെ ഒരു ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആവറേജ് കിട്ടുന്ന 3.5-4% ആണ് ആവറേജ് റെസിഡൻഷ്യൽ പ്രോപ്പർട്ടി എന്നുള്ള ഇൻകം. പക്ഷേ ദുബായിൽ അത് ഇറ്റ്സ് ലൈക്ക് 8% മിനിമം അത്രയുണ്ട് നമുക്ക്. മിനിമം 8% ഉണ്ട്. 8% മിനിമം 8-12% വരെ പോകുന്നുണ്ട്. ചില അവിടുത്തെ ഏറ്റവും വലിയ ഏറ്റവും കൂടുതൽ ടൂറിസ്റ്റ് ഇൻഫ്ലക്സ് ഉള്ള ഒരു കൺട്രിയാണ് ദുബായ്. ഓക്കെ, അപ്പോൾ ഈ ഹോളിഡേ ഹോംസ് എന്ന കൺസെപ്റ്റ് ഭയങ്കരമാണ് അവിടെ. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കൊരു പ്രോപ്പർട്ടി, നിങ്ങളൊരു പ്രോപ്പർട്ടി ഓണറാണ്, നിങ്ങളുടെ പ്രോപ്പർട്ടി കംപ്ലീറ്റ് ആവുന്ന പൊസഷൻ കിട്ടുന്നതിന് മുമ്പ് തന്നെ അവിടുത്തെ റിയാലിറ്റി സെഗ്മെൻറ്റിൽ നിന്നുള്ള ഇങ്ങനെ ബിസിനസ് ഫെസിലിറ്റി ചെയ്യുന്ന ഡീലേഴ്സ് നിങ്ങളെ കോൺടാക്ട് ചെയ്യാണ്. സാർ, നിങ്ങളുടെ ഫ്ലാറ്റ് നമ്മൾ റെൻറ്റിനെടുക്കാം, നിങ്ങൾക്ക് കിട്ടുന്ന റിട്ടേൺ, അവർ ഓഫർ ചെയ്യുന്ന റിട്ടേൺ ലൈക്സ് മൈൻഡ് ബ്ലോയിങ്. ഇറ്റ്സ് ലൈക്ക് 10%, 10 മുതൽ 12% വരെ നമ്മുടെ ഇൻവെസ്റ്റ്മെൻറ്റിന് അവർ റിട്ടേൺ തരികയാണ്. കാര്യം ദേ മസ്റ്റ് ബി ഏണിംഗ് ലൈക്ക് ഇൻ 18-20. അറിയാലോ, ദുബായിൽ നമ്മൾ ചെന്നൊരു ഹോട്ടൽ റൂം എടുത്താലുള്ള റേറ്റും നമുക്കൊരു ഫ്ലാറ്റ് ഓഫർ ചെയ്യുമ്പോൾ കിട്ടുന്ന റേറ്റ് നമ്മൾ നോക്കിയാൽ കൂടി തന്നെ നമുക്കൊരു അവർ ഏൺ ചെയ്യുന്ന 80-20 പക്ഷെ അവരുടെ എക്സ്പെൻസും ബാക്കിയുള്ള കാര്യങ്ങളും കഴിച്ചാലും ഓണറിന് ഒരു 10 മുതൽ 12% വരെ ചില സെഗ്മെൻറ്റുകൾ, എന്നിട്ട് ഹയസ്റ്റ് ആയിട്ടുള്ള ഇപ്പം ദുബായ് ബിസിനസ് ബേ, ഡൗൺ ടൗൺ, അങ്ങനെയുള്ള പീക്ക് കൊമേഴ്സ്യൽ ഏരിയയിലുള്ള പ്രോപ്പർട്ടികൾക്ക് റിട്ടേൺ കിട്ടുന്നുണ്ട്. പക്ഷേ ആവറേജ് ഔട്ട് ദുബായിൽ എടുത്തു കഴിഞ്ഞാൽ നമുക്കൊരു 8 മുതൽ 10% റെൻ്റൽ റിട്ടേൺ കിട്ടുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ ഒരു ക്യാപിറ്റൽ അപ്രീസിയേഷൻ, ഹൈ റെൻ്റൽ ഈൽഡ്,
പിന്നെ ഏറ്റവും വലിയ കോൺട്രിബ്യൂട്ടിംഗ് ഫാക്ടർ നോ ടാക്സ്. ഹബീബി ദേ സേ ദാറ്റ് മണി ഈസ് യുവേഴ്സ്, വി ഡോണ്ട് വാണ്ട് യുവർ മണി. ദുബായിയുടെ പോളിസി അതാണ്. ഇപ്പം ലോകത്തിൽ എത്ര സ്ഥലങ്ങളുണ്ട് നമുക്ക് അവിടെ പോയി, ഇപ്പോൾ ഇന്ത്യ തന്നെ ആയാലും ലോകത്തിൽ ഏത് സ്ഥലങ്ങളായാലും നമ്മൾ പ്രോപ്പർട്ടിയിൽ ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് പൈസ നമ്മൾ അതിൽ നിന്ന് ചെയ്യുന്നു, അത് ഗവൺമെന്റിനകത്ത് ലോങ് ടൈം ക്യാപിറ്റൽ ഗെയിൻ ആയിട്ട് ഷോർട്ട് ടൈം ക്യാപിറ്റൽ ഗെയിൻ ആയിട്ട് പലതരത്തിലുള്ള ടാക്സിലൂടെ നമ്മൾ ഗവൺമെന്റിനകത്ത് കോൺട്രിബ്യൂട്ട് ചെയ്യണം. അതൊരു സിസ്റ്റത്തിന്റെ ഭാഗമാണ്, വി ഒബ്ലൈസ് ടു ദാറ്റ്. പക്ഷെ ദുബായിൽ അവർ ടാക്സേ എടുക്കുന്നില്ല. അതൊരു വലിയ ഫാക്ടറാണ്. ദുബായിൽ ടാക്സ് ഇല്ല, ക്യാപിറ്റൽ ഗെയിൻ ഇല്ല, ഇൻകം ടാക്സ് ഇല്ല. ഇപ്പം നമുക്ക് വാടക കിട്ടുന്ന പൈസയിൽ നമുക്ക് ഒരു പൈസ പോലും ഗവൺമെന്റിന് കാര്യമില്ല. കാര്യം ടാക്സ് ഫ്രീ കൺട്രി. അതൊരു വലിയ ഫാക്ടറാണ്. അപ്പം ഇങ്ങനെയൊക്കെ ഉള്ള ആണ് ഇതിന്റെ ഡ്രൈവിംഗ് ഫോഴ്സ്. അതുകൊണ്ടാണ് ലോകത്തുള്ള എല്ലാ രാജ്യങ്ങളിൽ നിന്നുള്ള ആളുകൾ ദുബായിലെ സെക്കൻഡ് ഹോമായിട്ട് കാണുന്നത് ദുബായിൽ. ദീപു, ഇപ്പൊ ദുബായ് മാർക്കറ്റിൽ ഏറ്റവും കൂടുതൽ ഇൻവെസ്റ്റ് ചെയ്യണത് ഇന്ത്യൻസ് ആണ് അല്ലേ? ഒരു ഇന്ത്യൻസിനെ സംബന്ധിച്ചിടത്തോളം അവരൊരു പ്രോപ്പർട്ടി വാങ്ങിക്കുന്നു, അല്ലെങ്കിൽ അവിടെ ഹോൾഡ് ചെയ്യുന്നു, അല്ലെങ്കിൽ അവരത് സെല്ല് ചെയ്യുമ്പോൾ അവർക്ക് എത്രത്തോളം ഈസിയാണത്, അല്ലെങ്കിൽ അതിനവർക്ക് കിട്ടുന്ന ഒരു ലീഗൽ പ്രൊട്ടക്ഷൻ, സേഫ്റ്റി എത്രത്തോളം ഉണ്ട്, അതൊന്ന് പറയാമോ? നിമ്മിയുടെ ഒബ്സർവേഷൻ ആൻഡ് അണ്ടർസ്റ്റാൻഡിങ് ഈസ് വെരി ട്രൂ. ഇന്ത്യൻ സ്റ്റാൻഡ് അമംഗ്സ്റ്റ് ദ ടോപ്പ് ഇൻവെസ്റ്റേഴ്സ് ഇൻ ദുബായ് റൈറ്റ് ഫ്രം പോസ്റ്റ് കോവിഡ് ഇറ നമ്മൾ നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ 2022 കാര്യം ഒരു കോവിഡ് സമയത്ത് ഒരു വലിയൊരു സ്ലംബ് വേൾഡ് മാർക്കറ്റിലൊക്കെ വന്നിരുന്നു. ദുബായ് ഹാസ് ബീൻ നോ എക്സെപ്ഷൻ. ദുബായിലും റിയൽ എസ്റ്റേറ്റ് മാർക്കറ്റ് ക്രാഷ് ആയിട്ടുണ്ടായിരുന്നു. പക്ഷെ അതിനുശേഷം ദുബായിയുടെ ആ ഒരു ഫണ്ടമെന്റൽസിന്റെ ഒരു സ്ട്രെങ്ത് ആണ് എത്ര പെട്ടെന്ന് അത് റിവൈവ് ചെയ്തു. കോവിഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പുതിയൊരു സംഭവമായിരുന്നു അല്ലെ, ഒരു എപ്പിഡമിക്, ലോകം കണ്ടിട്ടില്ലാത്തൊരു സംഭവം, ലോകം എങ്ങോട്ട് പോകുന്നു തന്നെ അറിയാത്തൊരു സംഭവമാണ്. പക്ഷെ അതിനുശേഷം കോവിഡിന് ഏറ്റവും ആദ്യം ലോകത്ത് റിക്കവർ ചെയ്ത ഒരു പ്ലേസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ദുബായ് ആണ്. ഇൻ ടൈംസ് ഓൾ സെക്ടർ, റിയൽ എസ്റ്റേറ്റ് ആയാലും അതർവൈസ് സർവീസ് ഇൻഡസ്ട്രി ആയാലും എല്ലാം ഇത്രയും പെട്ടെന്ന് റിക്കവർ ചെയ്തത് ദുബായ് ആണ്. അപ്പോൾ അത് റിയൽ എസ്റ്റേറ്റിൻ്റെ ഒരു യാർഡ് സ്റ്റിക്ക് വെച്ച് നമ്മൾ നോക്കുമ്പോൾ ദുബായിൽ 2022 മുതൽ 2022 ഇന്ത്യൻസ് ഇൻവെസ്റ്റഡ് അറൌണ്ട് 36,000 crore rupees in 2022. അത് 2023 ആയി കഴിഞ്ഞപ്പോൾ അത് ഇറ്റ്സ് ക്ലോസ് ടു 45,000 crore. ഇനിയിപ്പോൾ ലാസ്റ്റ് ഫൈനാൻഷ്യൽ ഇയർ, അവിടെ ഫൈനാൻഷ്യൽ ഇയർ അല്ല 2024 കണക്ക് വെച്ച് നോക്കുമ്പോൾ ഇറ്റ് ഈസ് ക്ലോസ് ടു 80,000 crore rupees, Indian rupees I am talking about. See how big Indian investment is that in the market. അത് ഇന്ത്യക്കാരാണ് ഏറ്റവും കൂടുതൽ അവിടെ ഇൻവെസ്റ്റ് ചെയ്യുന്നത്. പിന്നെ എല്ലാ രാജ്യത്തു നിന്നുള്ള ആളുകൾ അവിടെ ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട്. ചൈന, റഷ്യൻസ് ആർ ബിഗ് ഇൻവെസ്റ്റേഴ്സ് ദെയർ. ഇപ്പം ലോകത്ത് എവിടെ ഒരു പൊളിറ്റിക്കൽ വൊളാറ്റിലിറ്റി അല്ലെ ഒരു കോൺഫ്ലിക്റ്റ് ഉണ്ട്, പ്രശ്നം വന്നു കഴിഞ്ഞാൽ ഒരു സേഫ് ഹെവനായിട്ട് ആളുകൾ വരുന്ന ഒരു ഡെസ്റ്റിനേഷനാണ് ദുബായ്. കാര്യം അത്രയും ഒരു അഷ്വറൻസ് ആ ഒരു മാർക്കറ്റ് ഓഫർ ചെയ്യുന്നുണ്ട്. ആളുകൾക്കൊരു ട്രസ്റ്റ് ഉണ്ട്, സേഫ്റ്റി ഉണ്ട്, ആ മാർക്കറ്റിൽ കോൺഫിഡൻസ് ഉണ്ട്. പിന്നെ നമ്മുടെ സ്വപ്നങ്ങൾക്ക് ചിറക് നൽകുന്ന ഒരു മാർക്കറ്റാണത്. അപ്പോൾ ഈ ദുബായിയെക്കുറിച്ച് ഒരുപാട് സൊബ്രിക്കേറ്റ്സ്, ഒരുപാട് പിന്നെ വിശേഷണങ്ങൾ ദുബായിയെക്കുറിച്ച് പറയുന്നുണ്ട്. പക്ഷേ എനിക്കതിനകത്ത് ഏറ്റവും ഇഷ്ടമുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ എ സിറ്റി ഓഫ് ഡ്രീംസ്. അത് വളരെ കറക്റ്റാണ്. കാര്യം ഇന്ന് ലോകത്തുള്ള 200 രാജ്യങ്ങളോളം ആളുകൾ ജീവിതത്തിൻ്റെ നിലവാരം മെച്ചപ്പെടുത്താണ്ടായിട്ട് ഒരു സ്വപ്നം കണ്ടുകൊണ്ട് വരുന്ന ഒരു സ്ഥലമായി ദുബായ് മാറിക്കഴിഞ്ഞു. കാര്യം ഈ കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ അവരുടെ മുൻഗാമികൾ അല്ലെ അവർ ആരുടെങ്കിലും മുൻകാല മാതൃകളെ പിന്തുടർന്നാണല്ലോ നമ്മൾ ഒരേ കാര്യങ്ങൾ ജീവിതത്തിൽ എടുക്കുന്നത്. അപ്പം അങ്ങനെ എടുക്കുമ്പോൾ അവരുടെ കുടുംബത്തിൽ നിന്നോ വേണ്ടപ്പെട്ടവരോ സുഹൃത്തുക്കളൊക്കെ വന്ന് ദുബായിൽ ഫ്ലറിഷായ ഒരു ഹിസ്റ്ററി അല്ലെങ്കിൽ ഒരു മാതൃക കണ്ടാണ് അവരും ഒക്കെ വരുന്നത്. അപ്പോൾ ആ ഒരു വിശേഷണമാണ് ദുബായിക്ക് എനിക്ക് ഏറ്റവും ഇഷ്ടം. ദുബായെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഒരുപാടുണ്ട്. ദ സിറ്റി ഓഫ് പേൾ, ആക്ച്വലി 50s 60s ഇറ്റ് വാസ് ലൈക്ക് എ ഫിഷർമാൻ വില്ലേജ് ദുബായ് എന്ന് പറയുന്നത്. അവിടുന്ന് അതിൻ്റെ ഒരു ഇവോൾവ്മെന്റ് ഉണ്ടല്ലോ, ഇന്ന് കാണുന്ന ദുബായ് എന്ന് പറയുന്ന രീതിയിലേക്ക് എത്തിയത്. ഇറ്റ്സ് എ ഫിനോമിനൽ സ്റ്റോറി, സോ ഫാസിനേറ്റിംഗ്. സമയം കിട്ടുമ്പോൾ ഒന്ന് പഠിക്കണം. ഞാൻ ഇതിൻ്റെ ഭാഗമായിട്ട് കുറേ അധികം പഠിച്ചു. അപ്പോൾ ഇറ്റ്സ് സോ ഫാസിനേറ്റിംഗ് സ്റ്റോറി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഭരണാധികാരികളുടെ വിഷൻ എത്രമാത്രം ഒരു ഡെസ്റ്റിനി, ഒരു ജനതയുടെ ഡെസ്റ്റിനി, അവർ ഒരു ജനതയുടെ ഡെസ്റ്റിനി അല്ല മാറ്റിയത്, ഒത്തിരി പേരുടെ ഒരു ലോകത്തിലെ തന്നെ അല്ലേ എല്ലാ ഭാഗ്യാന്വേഷികളുടെ ഒരു ഡെസ്റ്റിനി തന്നെ മാറ്റിയ ഒരു കൺട്രിയായി ദുബായ് മാറിയതിൻ്റെ പിന്നിൽ അവരുടെ ആ വിഷനുണ്ട്. ഹിസ് ഹൈനസ്, അപ്പം നമ്മൾ പറയുന്ന ഷെയ്ഖ് മുഹമ്മദ് ബിൻ അൽറാഷ് മക്കുദി, അതാണ് ഇപ്പോഴത്തെ കറണ്ട് റൂളർ. ലോകം മൊത്തം അഡ്മയർ ചെയ്യുന്ന ഒരു വലിയ പേഴ്സണാലിറ്റിയാണ് അദ്ദേഹം. കാര്യം ലോക നേതാക്കൾക്ക് മാതൃകയാവുന്ന തരത്തിലാണ് അദ്ദേഹം. കാര്യം സ്വന്തം ജനതയെ, അതിനോടൊപ്പം തന്നെ തൻ്റെ രാജ്യത്തിലേക്ക് വരുന്ന എല്ലാ ജനതകളെയും ചേർത്ത് പിടിക്കാൻ കാണുന്ന ആ മഗ്നാനിമിറ്റി, ആ മഹാമനസ്കത, അതാണ് അദ്ദേഹത്തിന് ഒരു ലോക നേതാവായിട്ട് അദ്ദേഹത്തിന്റെ വിഷനിലാണ് ദുബായ് ഈ ഒരു ലെവലിൽ എത്തിയതിന്റെ മെയിൻ കാരണം. നിങ്ങൾക്ക് എല്ലാം അറിയാം, വളരെ സുപരിചിതമായിട്ടുള്ള ഒരു മുഖമാണ് അദ്ദേഹത്തിൻ്റെത്. അപ്പം ഇതൊക്കെയാണ് ദുബായിയുടെ അപ്പം ലീഗൽ പ്രൊട്ടക്ഷനെ കുറിച്ച് പറയുമ്പോൾ ഞാൻ ഇമ്മയോട് പറയാം, റിയൽ എസ്റ്റേറ്റിലെ ഒരു മാറ്റം വരുന്നത് തന്നെ 2002
വിദേശികൾക്കും ദുബായിൽ പ്രോപ്പർട്ടി മേടിക്കാം അല്ലെങ്കിൽ UAE പ്രോപ്പർട്ടി മേടിക്കാം എന്നുള്ള നിയമം പാസ്സാക്കുന്നതോടെ ഫ്രീ ഹോൾഡ് പ്രോപ്പർട്ടി. അതിന് മുന്നേ സിറ്റിസൺ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അവിടെ നമുക്ക് ഓണർഷിപ്പ് 100% ഓണർഷിപ്പ്, എത്രയോ വർഷത്തേക്കെന്നോ അങ്ങനെയൊക്കെ എന്തൊക്കെയോ അത് ലീസ് എന്ന് പറയും. പെർപ്പച്വൽ ലീസോ അല്ലെ ലോങ് ടൈം ലീസ് എന്നൊക്കെ പറയുന്ന സംഭവമാണ്. 99 years നമുക്ക് ലീസിന് കിട്ടും. അത് ഒരിക്കലും നമുക്ക് അബ്സല്യൂട്ട് റൈറ്റിന് തുല്യമാകുന്നില്ല. പക്ഷേ ഇറ്റ് ഈസ് ഈ ഗുഡ് ആസ് ദാറ്റ്. ബട്ട് ഓപ്പൺ അപ്പ് ആയി കഴിഞ്ഞപ്പോൾ സിറ്റിസൺഷിപ്പിന് ശേഷം കിട്ടാവുന്ന ഏറ്റവും വലിയൊരു കാര്യമാണ് ഈ പറഞ്ഞ മാതിരി ഫ്രീ ഹോൾഡ് ഓണർഷിപ്പ് നമുക്ക് ദുബായിൽ സ്വന്തമാക്കാൻ സാധിക്കും. 2002 ആ നിയമം വന്നത്. അതിനുശേഷം വന്ന ഏറ്റവും വലിയ മാറ്റമാണ് 2007 വന്ന വിപ്ലവകരമായിട്ട് മാറ്റം എന്ന് ഞാൻ പറയും. ലോകത്തിൽ തന്നെ റിയൽ എസ്റ്റേറ്റ് മേഖലയ്ക്ക് ഒരു മുൻകാല മാതൃക അല്ലെങ്കിൽ ഒരു വഴികാട്ടിയ ഒരു നിയമമാണ് റെറ, റിയൽ എസ്റ്റേറ്റ് റെഗുലേറ്ററി അതോറിറ്റി ഓഫ് ദുബായ്. ആദ്യം കൊണ്ടുവന്നത് ദുബായാണ്. അതിൻ്റെ അന്നത്തെ ഫോമിൽ ആദ്യം കൊണ്ടുവന്നത് ദുബായാണ്. കാര്യം അത്രമാത്രം കാര്യം ദുബായിൽ വരുന്ന ഇൻവെസ്റ്റർ, ഞാൻ പറയാമല്ലോ ദുബായിയുടെ ഒരു പോപ്പുലേഷൻ കോമ്പോസിഷനെ കുറിച്ച് നിങ്ങൾക്ക് എന്തെങ്കിലും ഐഡിയ ഉണ്ടോ? ഇറ്റ്സ് ലൈക്ക് അമേസിങ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ 10% എമിറാത്തി സിറ്റിസൺസ് ഉള്ളത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ദുബായിൽ ഉള്ള ടോട്ടൽ പോപ്പുലേഷൻ ഇറ്റ് ഈസ് ക്ലോസ് ടു നൗ 4 million. ഒരു 40 ലക്ഷമാണ് ഇപ്പം ദുബായിലെ പോപ്പുലേഷൻ. അതിൽ എമിറാത്തീസ് ഓൺലി 4 lakhs. വാട്ട് ഡസ് ദാറ്റ് മീൻ? റിമൈനിങ് 90% ആളുകൾ എക്സ്പാറ്റ്സ് ആണ്. ഈ പറഞ്ഞ ലോക രാജ്യങ്ങളിൽ നിന്ന് ജീവിക്കുന്നു, സമ്പാദിക്കുന്നു, ഇൻവെസ്റ്റ് ചെയ്യുന്നു, ഹാപ്പി ആയിട്ട് ജീവിക്കുന്നു. ആ ഒരു വിഷൻ, അങ്ങനെ ഒരു കൺട്രി ഈ ദുബായി ഉള്ളു ലോകത്തിൽ നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ. ഒന്ന് ആലോചിച്ച് നോക്കിയേ. സിറ്റിസൺസ് ഈസ് ലെസ് ദാൻ 10% ആക്ച്വലി. കറക്റ്റ് പ്രിസൈസ് കണക്കാണെങ്കിൽ 9.36 സംതിങ്ങേ ഉള്ളൂ. റിമൈനിങ് എക്സ്പാറ്റ്സ് ആണ്. നമ്മളെപ്പോലുള്ള ഇന്ത്യ എന്നുള്ളത്, പാകിസ്ഥാൻ, ലോകത്തിൻ്റെ മുഴുവൻ ഭാഗങ്ങളിൽ നിന്നുള്ള ആളുകൾ വന്നു ചേർന്ന ഒരു വളരെ ഒരു ഗ്ലോബൽ വില്ലേജ്, ഗ്ലോബൽ സിറ്റി. അത് നമുക്കറിയാലോ വസുദൈവ കുടുംബം എന്ന് നമ്മൾ വിഭാവനം ചെയ്യുന്ന ആ ഒരു കറക്റ്റ് അർത്ഥത്തിൽ നടക്കുന്നത് ആക്ച്വലി ദുബായിലാണ്. ലോകത്തുള്ള എല്ലാ സ്ഥലത്തെയും ആളുകൾ, സിറ്റിസൺസ് ഹാപ്പി ആയിട്ട് ഇരിക്കുന്നത്. അപ്പോൾ എല്ലാ തരത്തിലുള്ള, ഇപ്പം റെറയുടെ കാര്യം ഞാൻ പറഞ്ഞു. ദുബായ് നമ്മുടെ ഇന്ത്യയിൽ അത് 2016 പാർലമെന്റിൽ റെറ ആക്ട് ഇനാക്ട് ചെയ്തത്. അപ്പോൾ അതിന് 9 വർഷം മുമ്പ് തന്നെ ദുബായ് അത് ഇനാക്ട് ചെയ്തു. അവിടെ അത് അതിനുള്ള എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന ആളുകൾക്ക് എല്ലാ തരത്തിലുള്ള റെഗുലേറ്ററി ആൻഡ് ലീഗൽ പ്രൊട്ടക്ഷൻ അവിടെ ഉണ്ട്. ദുബായ് ലാൻഡ് ഡെവലപ്മെന്റ് അതോറിറ്റി ഓർത്തിരിക്കേണ്ട ഒരു വേണം. ദുബായ് ഇൻവെസ്റ്റ് ചെയ്യാൻ താല്പര്യമുള്ള എല്ലാവരും അറിഞ്ഞിരിക്കും. അതിൻ്റെ വെബ്സൈറ്റ് അവൈലബിൾ ആണ്. DLD എന്ന് അടിച്ചാൽ മതി, ദുബായ് ലാൻഡ് ഡെവലപ്മെന്റ്. നിമ്മി, വുഡ് യു ബിലീവ് ദാറ്റ് ഇന്നൊരു റെന്റൽ എഗ്രിമെന്റ് ദുബായിൽ നടന്നു. നിമ്മി ലാൻഡ് ലേഡി, ഐ ആം ദ ടെനന്റ്. ഓക്കെ, ഞാൻ നിമ്മിയായിട്ട് 1 വർഷത്തേക്ക് അവിടെ 1 ഇയറിലേക്കാണ് ചെയ്യുന്നത്. 1 ഇയറിലേക്കുള്ള പൈസ നമ്മൾ അഡ്വാൻസ് ആയിട്ട് കൊടുക്കണം, മന്ത്ലി എന്നുള്ള കണക്ക്. അങ്ങനെയാണ്. അപ്പം നമ്മൾ തമ്മിലൊരു എഗ്രിമെന്റ് ചെയ്ത് അത് രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ തേർഡ് പാർട്ടി എനിബഡി ക്യാൻ സീ ദാറ്റ് ഇൻ DLD വെബ്സൈറ്റ്. ഓൺ ടുഡേ 11 November 2025 agreement between Nimmi and Deepraj has been executed for her flat on at this price. That much transparency. അത് ക്ലാസിഫൈഡ് സീക്രട്ട് ഇൻഫർമേഷൻ, ആർക്കും അത് ആക്സസ് ചെയ്യാം. റെന്റലിന്റെ കാര്യമാണ് പറയുന്നത്. ഒന്ന് ആലോചിക്കുക. റെന്റലിന്റെ കാര്യം, സെയിലൊക്കെ ഡെഫിനറ്റ്ലി അവിടെ ഉണ്ട്. ഞാൻ പറഞ്ഞ ഏറ്റവും ലീസ്റ്റ് ആയിട്ടുള്ള റെന്റൽ പോലും നമുക്ക് വെരിഫൈ ചെയ്യാൻ അത്ര ട്രാൻസ്പെറന്റ് ആണ് അവിടുത്തെ സിസ്റ്റം. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കൂ. പിന്നെ രജിസ്ട്രേഷൻ കോസ്റ്റ് 4% ഉള്ളൂ ദുബായിലാണ്. ഇപ്പം നമ്മളൊരു പ്രോപ്പർട്ടി മേടിച്ച് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന ലീഗൽ പ്രൊട്ടക്ഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പ്രോപ്പർട്ടി ഏറ്റവും ലാസ്റ്റ് അല്ല രജിസ്റ്റർ ചെയ്യുന്നത്, വളരെ തുടക്കത്തിൽ തന്നെ. നമ്മളിപ്പോൾ ഒരു അണ്ടർ കൺസ്ട്രക്ഷൻ പ്രോപ്പർട്ടി മേടിച്ച് കഴിഞ്ഞാൽ അവിടെ അതിന് ഓഫ് പ്ലാൻ എന്നാണ് പറയുന്നത്. അവിടുത്തെ ടേം അതാണ് ദുബായിൽ, ഓഫ് പ്ലാൻ. ഓക്കെ, ഓഫ് പ്ലാൻ നമ്മൾ പ്രോപ്പർട്ടി മേടിച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇനിഷ്യൽ 20% കൊടുക്കുമ്പോൾ തന്നെ 4% രജിസ്ട്രേഷൻ ചാർജോടുകൂടി ദുബായ് ലാൻഡ് ഡെവലപ്മെന്റ് അതോറിറ്റിയിൽ നമ്മൾ ആ എഗ്രിമെന്റ് ടു സെയിൽ രജിസ്റ്റർ ചെയ്യാണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു അവർ സെയിൽ ഡീഡ് ഇൻ ഇന്ത്യ. ഓക്കെ, അപ്പോൾ ആ പ്രോപ്പർട്ടി എഗ്രിമെന്റിൽ പറഞ്ഞിട്ടുള്ള എല്ലാ ക്ലോസുകളും പാലിക്കാൻ നമ്മുടെ ബിൽഡർ ബാധ്യസ്ഥനാണ്. ഒരു തരത്തിലുള്ള ഡീവിയേഷനോ ഡിഫോൾട്ടോ അവിടെ പറ്റില്ല. എനിക്കറിയാവുന്ന കാര്യമാണ്. അവിടെ ഏറ്റവും കൂടുതൽ ഇൻടോളറൻസ് ഉള്ളത് ഫൈനാൻഷ്യൽ ഡിഫോൾട്ട്സിനാണ് ദുബായിൽ, അല്ലേ? പല പ്രൊമിനൻ്റ് ആയിട്ടുള്ള പേഴ്സണാലിറ്റികളും ജയിലിൽ കിടന്ന കഥകളൊക്കെ നമ്മൾ അല്ലേ സോഷ്യൽ മീഡിയയിലും അല്ലാതെ പത്രത്തിലൊക്കെ വായിക്കുന്നുണ്ട്. അപ്പോൾ അത്രയധികം ലീഗൽ പ്രൊട്ടക്ഷൻ, റെഗുലേറ്ററി പ്രൊട്ടക്ഷൻ നമ്മൾക്കൊരു ഇൻവെസ്റ്ററിന് കിട്ടുന്ന ഒരു സ്ഥലമായതുകൊണ്ടാണ് ലോകത്തുള്ള എല്ലാ രാജ്യങ്ങളിലെ സിറ്റിസൺസ് അവിടെ വന്ന് ഇൻവെസ്റ്റ് ചെയ്യുന്നതും അവിടുന്ന് അവരുടെ ഇൻവെസ്റ്റ്മെൻറ്റിന് അതിന് ആനുപാതികമായിട്ട് ലോകത്ത് ഇന്ന് കമ്പയർ ചെയ്യാവുന്ന ഏറ്റവും നല്ല റിട്ടേൺസ് ഈൽഡ്
കൊണ്ടുവരുന്നത്. പിന്നീടല്ലേ ദീപു, നമ്മൾ ഈ ദുബായ് എന്ന് പറയുമ്പോൾ ഇപ്പോൾ കുറേ നാളായിട്ട് കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു വേർഡാണ് ഗോൾഡൻ വിസ, അല്ലേ? ഗോൾഡൻ വിസ കുറേ പ്രിവിലേജസ് ഉണ്ട് ദുബായിൽ എന്നൊക്കെ പറഞ്ഞ്. അപ്പോൾ കുറേ പേർക്ക് ഇത് അറിയണം എന്ന് ആഗ്രഹമുണ്ട്. അപ്പോൾ എനിക്കും അറിയില്ല കേട്ടോ, ഈ ഗോൾഡൻ വിസ ഉണ്ടെങ്കിൽ എന്തൊക്കെ ബെനിഫിറ്റ്സ് ആണ് നമുക്ക് ദുബായിൽ ഉള്ളതെന്നുള്ളത്. അപ്പോൾ അതിനെക്കുറിച്ച് ഒന്ന് പറയാമോ? തീർച്ചയായിട്ടും. ഈ ഗോൾഡൻ വിസ എന്ന പേര് പോലെ തന്നെ ലിറ്ററലി അതൊരു ഗോൾഡൻ സർവീസസ് ആണ് അത് നമുക്ക് ഓഫർ ചെയ്യുന്നത്, അല്ലെങ്കിൽ ഗോൾഡൻ പ്രിവിലേജസ് ആണ് നമുക്ക് ഓഫർ ചെയ്യുന്നത്. ഇപ്പം ദുബായിൽ നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു 2 മില്യൺ ദിർഹംസ് എന്ന് വെച്ചാൽ ക്ലോസ് ടു 5 crore ഇന്ത്യൻ റുപ്പീസ് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ അതിന് എൻറ്റൈറ്റിൽമെൻറ്റ് നമുക്ക് കിട്ടും ഗോൾഡൻ വിസയ്ക്ക്. അത് ഇമ്മറ്റീരിയൽ ഓഫ് പ്രോപ്പർട്ടി കംപ്ലീറ്റഡ് ആണോ അണ്ടർ കൺസ്ട്രക്ഷൻ ആണോ അത് പ്രശ്നമല്ല. നമുക്ക് ഏത് തരത്തിലുള്ള പ്രോപ്പർട്ടിയിൽ ഇൻവെസ്റ്റ് ചെയ്താലും നമ്മുടെ പ്രോപ്പർട്ടിയുടെ ടോട്ടൽ വാല്യൂ 2 മില്യൺ അതിൽ മുകളിലാണെന്നുണ്ടെങ്കിൽ നമുക്ക് അതിനകത്തുള്ള എലിജിബിലിറ്റി കിട്ടും ഗോൾഡൻ വിസയ്ക്ക്. അപ്പോൾ ഗോൾഡൻ വിസ ഈ പറഞ്ഞ മാതിരി ഗോൾഡൻ വിസ എന്തുകൊണ്ട് മറ്റുള്ള വിസകളിൽ നിന്ന് വ്യത്യസ്തമാണ്, അല്ലെ എന്തുകൊണ്ട് മോസ്റ്റ് സോട്ട് ആഫ്റ്റർ എന്നാണല്ലോ നിമ്മയുടെ ഒരു ചോദ്യം. അപ്പോൾ ഈ ഗോൾഡൻ വിസ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഫുൾ ഫാമിലി അതിനകത്ത്, ഇപ്പം നിങ്ങളുടെ ഫാമിലിയിൽ ഒരാൾ ഗോൾഡൻ വിസ എൻറ്റൈറ്റിൽമെൻറ്റ് കിട്ടിക്കഴിഞ്ഞാൽ എത്ര ഫാമിലി മെമ്പേഴ്സ് ഉണ്ട് അവർക്കെല്ലാം ഈ ഗോൾഡൻ വിസയ്ക്കകത്ത് കവർ ആകും. അവർക്കെല്ലാം ആ ഒരു സെയിം പ്രിവിലേജ് കിട്ടും, ആ പ്രിവിലേജ് പാസ് ഓൺ ആവും. ഓക്കെ, അതുകൂടാതെ നിങ്ങൾക്ക് ഉള്ള ഇപ്പോൾ ഉദാഹരണത്തിന് നമുക്കുള്ള ഡ്രൈവർ, ഹൗസ് ഹോൾഡ് മെയ്ഡ്, അങ്ങനെയുള്ളവരെയും നമ്മൾക്ക് ഈ ഗോൾഡൻ വിസയ്ക്കകത്ത് ഇൻക്ലൂഡ് ചെയ്ത് ദുബായിൽ കൊണ്ടുപോകാൻ പറ്റും. അതാണ് ഏറ്റവും വലിയൊരു അട്രാക്ഷൻ എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് ഫോർ എ ടൈം ഫോർ 5 years to 10 years. അപ്പോൾ അതിൻ്റെ കാറ്റഗറി അനുസരിച്ച് നമുക്ക് റിന്യൂ ചെയ്യാനും പറ്റും. റിന്യൂവബിൾ ആണ്, ഓട്ടോമാറ്റിക് റിന്യൂവൽ ആണ്. നമ്മുടെ ഇൻവെസ്റ്റ്മെൻറ്റ് എത്ര കാലത്തോളം ദുബായിൽ അവിടെ ഉണ്ട്, സസ്റ്റെയിൻ ചെയ്യുന്നുണ്ട്, ആ കാലയളവിൽ നമുക്ക് ഈ ഗോൾഡൻ വിസയുടെ പ്രിവിലേജ് നമുക്ക് എൻജോയ് ചെയ്യാവുന്നതാണ്. പിന്നെ ഗോൾഡൻ വിസ എന്ന് വെച്ചാൽ ഒരുപാട് അവിടുത്തുള്ള ഗവൺമെൻറ്റിൻ്റെ പല പല സ്കീമുകൾ, ഹെൽത്ത് കെയർ സ്കീം, ഇൻഷുറൻസ്, ഇതിലൊക്കെ നമുക്ക് പ്രിവിലേജസ് കിട്ടും. ഇപ്പം ദുബായ് സിറ്റിസൺഷിപ്പ് ഈ പറഞ്ഞ മാതിരി അവിടുത്തെ ടോട്ടൽ ഒരു പോപ്പുലേഷൻ്റെ 10% മാത്രമല്ലേ ഉള്ളൂ അവിടുത്തെ നേറ്റീവ് ആയിട്ടുള്ള ആളുകളുള്ളൂ. അപ്പോൾ റിമൈനിങ് ആയിട്ടുള്ള ആളുകൾക്ക് സിറ്റിസൺഷിപ്പ് കൊടുക്കുന്നില്ലല്ലോ. അപ്പോൾ സിറ്റിസൺഷിപ്പ് കഴിഞ്ഞാൽ ഏറ്റവും മോസ്റ്റ് സോർട്ട് ഓഫ് അല്ല പ്രിവിലേജ്ഡ് ആയിട്ട് കിട്ടുന്നതാണ് ഗോൾഡൻ വിസ. അതുകൊണ്ടാണ് ലോകത്തുള്ള എത്രയോ അധികം സെലിബ്രിറ്റികളും അല്ലാതുള്ള ആളുകളും ഈ ഗോൾഡൻ വിസയ്ക്ക് വേണ്ടി ദുബായിൽ ഇൻവെസ്റ്റ്മെന്റ് ചെയ്യുന്നു. അപ്പോൾ അതൊരു വലിയൊരു ഗെയിം ചേഞ്ചർ ആയിരുന്നു. ദുബായിയുടെ ഒരു റിയൽ എസ്റ്റേറ്റ് ഒരു എന്താ പറയുക ഹൊറൈസൺ നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ ഗോൾഡൻ വിസ ഇൻട്രൊഡക്ഷൻ വാസ് എ ബിഗ് ഗെയിം ചേഞ്ചർ ഫോർ. കാര്യം അത്രയധികം ആളുകൾ അതിനകത്ത് താല്പര്യം പ്രകടിപ്പിച്ച് മുന്നോട്ട് വരുന്നുണ്ട്, ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട്. ഇതൊക്കെയാണ് ഗോൾഡൻ വിസയുടെ ഒരു കാര്യം. 5 വർഷം പോയിട്ട് 10 വർഷം വരെ നമുക്ക് ഈ പറഞ്ഞ, പിന്നെ നോർമൽ വിസയിൽ നിന്നുള്ള വ്യത്യസ്തമായിട്ട് നമുക്ക് ഈ 6 മാസത്തിനകത്ത് ഒരു പ്രാവശ്യം വിസിറ്റ് ചെയ്യണമെന്നുള്ള ഒരു കണ്ടീഷൻ ഗോൾഡൻ വിസയിലില്ല. നമ്മൾക്ക് ഈ 6 മാസം എന്നുള്ള ഒരു ക്യാപ്പ് അല്ലെ ഒരു സംഭവം അതിനകത്തില്ല. നമുക്ക് എപ്പോൾ വേണേലും പോകാം, എപ്പോൾ വേണേലും വരാം, നമ്മൾക്ക് വേണ്ടപ്പെട്ട. പിന്നെ ഇനി ഗോൾഡൻ വിസ ഹോൾഡർ ഇൻ കേസ് എക്സ്പയർ ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇൻഹെറിറ്റൻസ് ലീഗൽ ഹെയർസ് ആരുണ്ട് അവരിലേക്ക് ആ ഒരു പ്രിവിലേജസ് എല്ലാം ട്രാൻസ്ഫർ ചെയ്യും. അങ്ങനെ വളരെ വണ്ടർഫുൾ ആയിട്ടുള്ള ഒരു സംഭവമാണ് ഗോൾഡൻ വിസ. യു ഷുഡ് ടേക്ക് ഇറ്റ്. അത്രേ ആവട്ടെ. തീർച്ചയായിട്ടും. പിന്നെ ഉണ്ടല്ലോ ദീപു, ഇപ്പോൾ ദീപു പറഞ്ഞു അവിടുത്തെ ആ ഒരു ഭരണാധികാരികളുടെ വിഷൻ മിഷൻ അത് നമുക്ക് ശരിയാണ്. കാരണം ഇപ്പം ഞാൻ ഒരുപാട് ദുബായിലേക്ക് ട്രാവൽ ചെയ്യുന്ന ഒരാളല്ലെങ്കിലും നമ്മൾ ഓരോ പ്രാവശ്യം വരുമ്പോഴും നമ്മൾ ഈ പറഞ്ഞ മാതിരി ഒരു ഡ്രീം ലാൻഡിൽ എത്തിയ പോലെയാണ് ദുബായ് എന്ന് പറയുന്നത്. ഓരോ പ്രാവശ്യവും നമുക്ക് ഒത്തിരി കാര്യങ്ങൾ ദുബായിൽ കാണാനുണ്ടാവും. അപ്പോൾ ഈ അടുത്ത് ഞാൻ വായിച്ചൊരു കാര്യമാണ് ഒരു D33 എക്കണോമിക് പ്ലാൻ എന്ന് പറഞ്ഞിട്ട്. ദുബായ് 2033. അതെ, അപ്പോൾ അത് എന്താണ് ആ പ്ലാൻ, ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാമോ? നിമ്മി ചോദിച്ചത് വളരെ കറക്റ്റ് ആണ്. D2033 ദുബായ് 2033. 2033 ദുബായ് എന്ന സിറ്റി എന്തായിരിക്കണം എന്നുള്ളത് അവിടുത്തെ ഭരണാധികാരികളുടെ ഒരു വിഷൻ, അതിൻ്റെ ഒരു മാനിഫെസ്റ്റേഷനാണ്, അതിൻ്റെ ഒരു ഡോക്യുമെൻറ്റേഷനാണ് ഈ D2033. അപ്പോൾ ഇതിനകത്ത് എല്ലാ തരത്തിലുള്ള ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റുകളെ കുറിച്ചും പോപ്പുലേഷൻ ഇൻക്രീസ്, അങ്ങനെ വരുന്ന ആളുകൾക്ക് ഉണ്ടാകുന്ന ഇൻകം, അങ്ങനെയുള്ള എല്ലാ തരത്തിലുള്ള ബിസിനസ് പരമായിട്ടും സാമൂഹികപരമായിട്ടുള്ള ദുബായിയുടെ ഒരു ഇവല്യൂഷൻ അടുത്ത 10 വർഷം എന്തായിരിക്കണം എന്നുള്ളത് എൻ്റെ ഒരു വിഷനാണ്. ഇപ്പം നമ്മളൊരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ അൽ മക്ദദ എയർപോർട്ട് എന്ന് പറഞ്ഞ ദുബായിലെ ഒരു എയർപോർട്ട്, പുതിയ എയർപോർട്ട് സൗത്ത് ദുബായ്. ഇപ്പം ദുബായിലെ ഡെവലപ്മെൻറ്റ് നടക്കുന്നതിൽ ഏറ്റവും വലിയൊരു ഭാഗം നടക്കുന്നത് സൗത്ത് ദുബായിലാണ്. അപ്പോൾ ഇപ്പോൾ എക്സിസ്റ്റിംഗ് ദുബായ് എയർപോർട്ടിന് ലോകത്തിലെ പിന്നെ പാസഞ്ചർ കപ്പാസിറ്റിയിലെ 2ാം സ്ഥാനത്താണ്. ഡല്ലാസ് കഴിഞ്ഞ് കഴിഞ്ഞാൽ അല്ല അറ്റ്ലാന്റ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഏറ്റവും വലിയ എയർപോർട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ ദുബായ് എയർപോർട്ട്. ഏകദേശം ഒരു 98 മില്യൺ പാസഞ്ചേഴ്സ് കപ്പാസിറ്റിയാണ് ഹാൻഡിൽ ചെയ്യുന്നുണ്ട് അവിടെ. ഇതിൻ്റെ ഒരു 4 times ആണ് അവർ പ്ലാൻ ചെയ്തിരിക്കുന്നത്. ക്ലോസ് ടു 250 മില്യൺ പാസഞ്ചേഴ്സിനെ ആയിരിക്കും അവിടെ ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നത്. ക്യാൻ യു ഇമാജിൻ ദാറ്റ് 4 times? സോ ദെയർ വിഷൻ
their mission and their dreams are like 4 times bigger than rest of the world. അതാണ് അതിൻ്റെ പ്രത്യേകത. അപ്പം ഇപ്പം മെട്രോ ലൈൻ തന്നെ ബ്ലൂ മെട്രോ ലൈൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ദുബായിയുടെ പുതിയ ഭാഗങ്ങളിലേക്ക്, സൗത്ത് ദുബായിയുടെ ഭാഗങ്ങളിലേക്ക് എക്സ്റ്റെൻഡ് ചെയ്യുന്നു. അപ്പോൾ ദുബായിയെ മെട്രോ ലൈൻ കൊണ്ട് എല്ലാ ഭാഗങ്ങളും കണക്ട് ചെയ്യിപ്പിക്കുന്നുള്ളത്. അതിനോടൊപ്പം തന്നെ ഇന്ന് എഡ്യൂക്കേഷൻ ഭയങ്കര പ്രാധാന്യം ഇപ്പം ദുബായ് കൊടുക്കുന്നുണ്ട്. ലോകത്തുള്ള തന്നെ ഏറ്റവും റെനൗണ്ട് ആയിട്ടുള്ള എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻസിൻ്റെ ബ്രാഞ്ചസുകൾ ദുബായ് ഇൻഫർമേഷൻ സിറ്റി ഉണ്ട്, നോളജ് പാർക്ക് ഉണ്ട്, അവിടെ എല്ലാം വരികയാണ്. ഇപ്പം ഇന്ത്യ എന്നുള്ള IIM ബാംഗ്ലൂർ ഇന്ത്യയിലെ ഏറ്റവും പ്രസ്റ്റീജിയസ് ആയിട്ടുള്ള ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ ആണല്ലോ. അപ്പം IIMൻ്റെ ക്യാമ്പസ് വളരെ ഈ അടുത്ത വർഷം 2026 തന്നെ അവിടെ ദുബായിൽ തുറക്കപ്പെടുകയാണ്. അങ്ങനെ വേൾഡിൽ തന്നെയുള്ള റെനൗണ്ട് ആയിട്ടുള്ള എല്ലാ ഇൻസ്റ്റിറ്റ്യൂട്ടുകളും ദുബായിൽ വരികയാണ്. അപ്പോൾ ഇതൊരു ദുബായ് ഈ ഒരു എഡ്യൂക്കേഷണൽ ഹബ്ബായിട്ടും തന്നെ മാറാൻ പോവുകയാണ്. മറ്റെല്ലാ മേഖലകളും പോലെ തന്നെ ഈ മേഖലകളിലും അവർ വളരെ സമ്പൂർണ്ണമായിട്ടുള്ള ഒരു ലിബറലൈസ്ഡ് ആയിട്ടുള്ള ഒരു കൺസെപ്റ്റാണ് ഇനാക്ട് ചെയ്യുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് ഈ D33 ഒരു പൊതുവെ വിഷയം എന്ന് വെച്ചാൽ ഇപ്പം 2033 ആകുമ്പോൾ ദുബായിയെ ന്യൂയോർക്ക്, ലണ്ടൻ, 3 ദുബായ്, അതിനോടൊപ്പം അല്ലെ അതിന് മുകളിൽ എത്തിക്കുക എന്നുള്ള ഒരു വളരെ വലിയൊരു വിഷന്റെ, അതായത് ലോകത്തിലെ എല്ലാ വലിയ കാര്യങ്ങളും ദുബായിൽ വേണം എന്നുള്ളതാണ് അല്ലെ ഏറ്റവും വലുത്. അല്ല ഏറ്റവും നല്ലത് അല്ലേ, അത് ദുബായിൽ അവയിൽ ആയിരിക്കണം എന്നുള്ളതിന്റെ ഒരു വിഷൻ, അതിനൊരു മാനിഫെസ്റ്റേഷൻ ആണ് ഈ D2033. ഇപ്പൊ നമ്മള് UAE എന്ന് പറയുന്നത് 7 എമിറേറ്റ്സ് ചേർന്നിട്ടുള്ള ഒരു സ്ഥലമാണല്ലോ. അതിൽ ആളുകൾ എപ്പോഴും സംസാരിക്കുന്നത് ദുബായിയെ കുറിച്ചാണ്. അതല്ലാതെ പിന്നെയും നല്ല ഒത്തിരി പ്ലേസസ് ഉണ്ടല്ലോ UAE. തീർച്ചയായിട്ടും. അപ്പോൾ അവിടെ എങ്ങനെയാണ് റിയൽ എസ്റ്റേറ്റ് മാർക്കറ്റ്, അല്ലെങ്കിൽ അവിടുത്തെ കാര്യങ്ങളൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യാമോ? തീർച്ചയായിട്ടും. ദുബായ് ആണ് ലീഡർ ബേസിക്കലി അല്ലേ. കാര്യം നമ്മൾ ഈ റിയൽ എസ്റ്റേറ്റ് പ്രൊഫിലറേഷൻ അല്ലെ, ഈ റിയൽ എസ്റ്റേറ്റിന് ഏറ്റവും കൂടുതൽ വികസനം കണ്ട സ്ഥലം ദുബായ്. പക്ഷെ ആ ദുബായിയുടെ മാതൃക പിന്തുടർന്നുകൊണ്ട് മറ്റ് ഇമിറേറ്റ്സുകളും വളരെ നല്ല പ്രൊജക്റ്റുകളും വളരെയധികം ഇനിഷ്യേറ്റീവുകളും പോളിസികളും ഒക്കെ കൊണ്ടുവരുന്നുണ്ട്. ഇപ്പോൾ അബുദാബിയിലൊക്കെ നമ്മൾ ചെന്ന് കഴിഞ്ഞാൽ ഇറ്റ്സ് വെരി ബ്യൂട്ടിഫുൾ സിറ്റി അബുദാബി. പക്ഷേ ദുബായ് ഭയങ്കര പ്രൈസിയാണ്. നമുക്ക് കുറച്ചുകൂടെ അഫോർഡ് ചെയ്യാൻ നമുക്ക് അബുദാബിയിൽ പറ്റും. അതേമാതിരി തന്നെ ദുബായോട് ചേർന്ന് നിൽക്കുന്ന മറ്റ് എമിറേറ്റ്സ് ആണ് ഈ പറഞ്ഞ ഷാർജ കഴിഞ്ഞാൽ പിന്നെ അജ്മാൻ, അത് കഴിഞ്ഞ് ഉമൽക്യൂൻ, റാസൽ കൈമ, ഫുജേറ. അപ്പം ഈ 7 എമിറേറ്റ്സിലും ഈ ദുബായിയുടെ ഒരു റിപ്പിൾ എഫക്റ്റ്, ദുബായ് ഈ കണ്ട ഒരു റിയൽ എസ്റ്റേറ്റ് പ്രൊഫിലറേഷൻ്റെ റിപ്പിൾ എഫക്റ്റ് ഈ എമിറേറ്റ്സിൽ എല്ലാം ഉണ്ട്. ഞാനൊരു ചെറിയൊരു ഉദാഹരണം പറയാം. ഉമൽക്യൂൻ എന്ന് വെച്ചുള്ള എമിറേറ്റ്സ് ഉണ്ടല്ലോ, അവിടെയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ശോഭ ഡെവലപ്പേഴ്സ് നമ്മുടെ ഒരു പ്രൈഡാണ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ ദുബായിൽ നമുക്ക് ചെല്ലുമ്പോൾ ഏറ്റവും കൂടുതൽ അഭിമാനം തോന്നുന്ന ഒരു സംഭവമാണ് ശോഭയുടെ ഒരു അക്സെപ്റ്റൻസ്, അവരുടെ ഒരു മാർക്കറ്റ് ഡൊമിനേഷൻ. കാര്യം ക്വാളിറ്റി എന്ന് പറയുമ്പോൾ ശോഭ ഇന്ന് ടോപ്പ് ഇൻ ദുബായ്. അപ്പോൾ ശോഭ അവിടെ സിനിയ ഐലൻഡ് എന്ന് വെച്ച ഒരു ബ്യൂട്ടിഫുൾ, ഇറ്റ്സ് മൈ പേഴ്സണൽ ഫേവറേറ്റ്. ഇപ്പം പാം ജുമേറ നിങ്ങൾക്കറിയാം. പാം ജുമേറ ഇറ്റ്സ് എ മാൻമെയ്ഡ് ഐലൻഡ് അല്ലെ, മറിയനിലെ മാൻമെയ്ഡ് ഐലൻഡ് ആണ്. പക്ഷേ ഇതല്ല, നാച്ചുറൽ ഐലൻഡ് ആണ്. ഇത്രയധികം ബയോഡൈവേഴ്സിറ്റി ഉള്ള ഒരു ഏരിയ ആണ് ഉമൽക്യൂനിലുള്ള ഈ സിനി ഐലൻഡ്. ഈ ഒരു 2500 ഏക്കറിനധികം ഇവിടെ ശോഭ ഡെവലപ്പ് ചെയ്യുന്ന ഒരു ഐലൻഡ് ഡെവലപ്മെന്റ് ആണ്. ഒരു എക്സ്ക്ലൂസീവ് ഇൻഡിപെൻഡന്റ് ഐലൻഡ് ആണ് അവിടെ ഡെവലപ്പ് ചെയ്യുന്നത്. പിന്നെ റാസൽ കൈമയിൽ വരുമ്പോൾ നിങ്ങൾക്കെല്ലാം ഫേമസ് കേട്ടിട്ടുണ്ടായിരിക്കും. ഇന്ന് ലോകത്തിലെ ഈ കസിനോയുടെ ഏറ്റവും വലിയൊരു ഹബ്ബാണ് ലാസ് വെഗാസ്. അവിടുത്തെ വിൻ കാസിനോസ്, അവിടെ ലാസ് വെഗാസിലെ വിൻ കാസിനോസും റാസൽ കൈമ അഡ്മിനിസ്ട്രേഷനോടെ ചേർന്ന് ഒരു ജോയിന്റ് വെഞ്ചർ മാതിരി ചെയ്യുന്നതാണ് ഈ വിൻ കാസിനോ റാസൽ കൈമ എന്ന് പറയുന്നത്. മർജാൻ ഐലൻഡ് കാസിനോ വരികയാണ് എന്ന് വെച്ചാൽ ഇവിടെ ലാസ് വെഗാസിലുള്ള ഐലൻഡിന്റെ 5 times ബിഗർ ആണ്. സോ ഓൾറെഡി 60% കംപ്ലീറ്റഡ് ആണ്. നോട്ട് ടോക്കിംഗ് അബൌട്ട് സംതിങ് ഓൺ എയർ അല്ല, 60% കംപ്ലീറ്റ് ആണ് മർജാൻ ഐലൻഡ്. അവിടെയാണ് ഇത് വരുന്നത്. വെച്ചാൽ ലോകത്തിലെ ഏറ്റവും റിച്ച് ആയിട്ടുള്ള ഒരു 4 million 5 million ആളുകൾ വിസിറ്റ് ചെയ്യുമെന്ന് എസ്റ്റിമേറ്റ് ചെയ്യപ്പെടുന്ന ഒരു സംഭവമാണ് ഈ വരുന്നത്. അപ്പോൾ ദുബായോടൊപ്പം തന്നെ ദുബായിയുടെ മറ്റ് എമിറേറ്റ്സിലും വളരെയധികം ഡെവലപ്മെൻറ്റുകൾ വരുന്നുണ്ട്. ഇറ്റ്സ് ഗുഡ് ടൈം ടു ആക്ച്വലി ടു ഗോ ദെയർ ആൻഡ് ഇൻവെസ്റ്റ് ഇൻ ദോസ് കൈൻഡ് ഓഫ് പ്ലേസസ് ലൈക്ക് ഷാർജ, അജ്മൻ, ഉമൽക്യൂൻ, റാസൽ കൈമ, ഫുജേറ, ഓൾ പ്ലേസസ്. കാര്യം നമുക്ക് എൻട്രി ലെവലിൽ നമുക്ക് കുറച്ച് അഫോർഡബിൾ ആയിട്ട് ഇപ്പോഴും അവിടെ നമുക്ക് കിട്ടും കമ്പയർ ടു ദുബായ്. ദീപു, അപ്പോൾ ഒരു ലാസ്റ്റ് ആൻഡ് ഫൈനൽ ക്വസ്റ്റ്യൻ. ഇപ്പോൾ ദീപു ഒത്തിരി കാര്യങ്ങൾ ദുബായ് മാർക്കറ്റിനെ കുറിച്ച് പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ദീപുവിൻ്റെ ഈ സംസാരത്തിൽ തന്നെ നമുക്കറിയാം അത്ര വെൽ സ്റ്റഡീഡ് അതിനെക്കുറിച്ച് അത്രത്തോളം നോളേജ് ദീപു അക്വയർ ചെയ്തിട്ടുണ്ട്. ഇപ്പോഴും ദുബായ് മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യണോ എന്നിങ്ങനെ ആലോചിച്ചിരിക്കുന്ന ഒരാളുകളോട് എന്തായിരിക്കും ദീപുവിന് പറയാനുള്ളൊരു അഡ്വൈസ് എന്തായിരിക്കും? ദുബായ് ഈസ് എ ലാൻഡ് ഓഫ് പ്രോമിസ്. അതാണ് തുടക്കത്തിൽ എനിക്ക് പറയാനുള്ളത്. ഇപ്പം നിങ്ങൾക്ക് ഇന്ത്യയിൽ പ്രോപ്പർട്ടി ഡെഫിനിറ്റ് ഇന്ത്യ ഈസ് ആൻ എമർജിങ് ഇക്കോണമി, അതിനകത്ത് ഒരു സംശയമില്ല. നമ്മുടെ മാതൃരാജ്യമാണ്. ഇവിടുത്തെ എല്ലാ റിയൽ എസ്റ്റേറ്റ് ഇൻവെസ്റ്റ്മെൻറ്റുകളും നിങ്ങൾക്ക് നല്ല ഈൽഡ്സ് തന്നെ കൊണ്ടുവരും, ഒരു ഡൗട്ടും ഇല്ല.
ഇപ്പം നമ്മുടെ ഇപ്പം ബാംഗ്ലൂർ ആയാലും NCR ആയാലും ബോംബെയിലെ നവി മുംബൈ, ഈ നമ്മുടെ മെയിൻ സിറ്റികളിലെ എല്ലാ സബർബ്സുകളും ഭയങ്കരമായിട്ട് അപ്രീഷിയേറ്റ് ചെയ്യുന്നുണ്ട്. ഇപ്പം നിങ്ങൾക്ക് ഇന്ത്യയിൽ ഇൻവെസ്റ്റ്മെൻറ്റ് കഴിഞ്ഞ് നിങ്ങൾക്ക് മറ്റൊരു കിറ്റി ഏതാണ്, ഒരു സെക്കൻഡ് ഹോം, നിങ്ങൾക്കൊരു ഹോളിഡേ ഹോം എന്നുള്ള രീതിയിൽ ഏതെങ്കിലും ഒരു രാജ്യത്തെ നിങ്ങൾ കൺസിഡർ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫസ്റ്റ് ഓപ്ഷൻ അൺഡൗട്ട്ലി ഷുഡ് ബി ദുബായ്. നോ ഡൗട്ട് 100% ആ കാര്യത്തിൽ നിങ്ങൾക്ക് ഞാൻ അഷ്വർ ചെയ്യാൻ പറ്റും. കാര്യം അത്രയധികം നിങ്ങളുടെ ഇൻവെസ്റ്റ്മെൻറ്റിന് ക്യാപിറ്റൽ അപ്രീസിയേഷൻ ആയാലും റെൻ്റൽ ലീഡ് ആയാലും അല്ലാതെ ഈ ഗോൾഡൻ വിസ പോലുള്ള പലവിധ ബെനിഫിറ്റുകളും ഓഫർ ചെയ്യുന്ന ഒരേ ഒരു കൺട്രി ദുബായ് ആണ്. പിന്നെ നമ്മളെ ഇന്ത്യൻസിനെ സംബന്ധിച്ച്, എസ്പെഷ്യലി നമ്മൾ കേരളൈറ്റ്സിനെ സംബന്ധിച്ച് ഒരുപാട് നമ്മൾ കൾച്ചറലി കണക്റ്റഡ് ആണ് ഈ കൺട്രീസൊക്കെ ആയിട്ട്, UAE ആയിട്ട്, ദുബായ് ആയിട്ട്. കാര്യം നമ്മളെയൊക്കെ സംബന്ധിച്ച് ഒരു ബോൺ ഹോമി എഫക്റ്റ് ആണ്. കാര്യം നമ്മൾ ചെറുപ്പം മുതലേ കേട്ടിരിക്കുന്ന കഥകൾ അല്ലേ, നമ്മുടെ വീട്ടിൽ അല്ലെ നമ്മുടെ മാമന്മാർ, കസിൻസ്, ഫ്രണ്ട്സ് ആരെങ്കിലും നമ്മുടെ ഒരു ദുബായിലുണ്ടാവും. അവർ വരുമ്പോൾ ഉണ്ടാകുന്ന അല്ലെ അവർ പെട്ടി തുറക്കുമ്പോൾ നമ്മുടെ എത്രയോ സിനിമകളിൽ അതൊരു തീമായിരുന്നു അല്ലേ. ഫോർ us ഇറ്റ്സ് എ കൾച്ചറൽ കണക്ഷൻസ്. അപ്പോൾ ആ ഒരു മലയാളികൾക്ക് ഉണ്ടായിരുന്നുള്ള ആ ഒരു കൾച്ചറൽ കണക്ഷൻസ് ഇന്ന് റെസ്റ്റ് ഓഫ് ഇന്ത്യയിലേക്കും വ്യാപിക്കപ്പെട്ടിരിക്കുകയാണ്. കാര്യം ഒന്നാമത്തെ കാര്യം ഇതിൻ്റെ ഒരു സ്ട്രാറ്റജിക് ലൊക്കേഷൻ. ദുബായ് ഈസ് കൺസിഡേർഡ് സെൻറ്റർ ഓഫ് ദ വേൾഡ്, ഒരു ഗേറ്റ് വേ ആണ്. ഇപ്പം നമ്മൾ ഏഷ്യ എടുത്താലും ആഫ്രിക്ക എടുത്താലും ഓക്കെ, മറ്റുള്ള കോണ്ടിനെൻറ്റ്സ് എടുത്താലും ഒരു ഗേറ്റ് വേ പോലെയാണ് ദുബായ് വർക്ക് ചെയ്യുന്നത്. ഇപ്പം നമ്മുടെ കുട്ടികളൊക്കെ കോമൺവെൽത്ത് കൺട്രീസിൽ പോയി പഠിക്കാനും സെറ്റിൽ ആകാനും ഒക്കെ താല്പര്യപ്പെടുന്നു. അവർക്ക് തിരിച്ച് ഒരു വെക്കേഷന് വേണ്ടി അവിടുന്ന് തിരിച്ച് ഇങ്ങോട്ട് വരുന്നു, ഇവിടുന്ന് പേരൻസിനെ അങ്ങോട്ട് വിളിക്കുക, ദുബായിൽ നമുക്കൊരു പ്രോപ്പർട്ടി വേണം ഓക്കെ, എന്നിട്ട് നമ്മൾ വെക്കേഷൻ ദുബായിൽ സ്പെൻഡ് ചെയ്യുന്ന കാര്യം അത്രയധികം സ്കോപ്പ് ഉണ്ട് അവിടെ ദുബായിൽ. അപ്പോൾ അങ്ങനെയും ഒരു വലിയൊരു എമർജിങ് പോയിൻ്റായിട്ട് ദുബായ് മാറിക്കഴിഞ്ഞു. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള ഭാഗങ്ങൾ നമ്മൾ കണക്ക് കൂട്ടി കഴിയുമ്പോൾ ദുബായിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നത് കൊണ്ട് എല്ലാ തരത്തിലും നമുക്ക് ഒന്നാമത്തെ കാര്യം നമുക്ക് ടാക്സിൻ്റെ ആയിട്ടുള്ള ഒരു തരത്തിലുള്ള ഡിഡക്ഷൻസും അവിടെ വരുന്നില്ല. ഈ പറഞ്ഞ ക്യാപിറ്റൽ അപ്രീസിയേഷൻ, ഹൈ റെൻ്റൽ ഈൽഡ്, ഇങ്ങനെയൊക്കെയുള്ള ഫാക്ടേഴ്സ് എല്ലാം വെച്ച് നോക്കുമ്പോൾ ദുബായ് ഒരു ബെസ്റ്റ് പ്ലേസ് ആണ്. പിന്നെ നമുക്ക് കിട്ടുന്ന ലീഗൽ പ്രൊട്ടക്ഷൻ, ലോകത്തിലെ ഏറ്റവും നല്ല ഒരു നിയമ സംവിധാനമുള്ള, അറിയാമല്ലോ ഏത് നമ്മൾ ഗ്ലോബൽ റാങ്കിങ് എടുത്താലും UAEയും ദുബായും സേഫസ്റ്റ് സിറ്റിയും സേഫസ്റ്റ് കൺട്രി ആയിട്ട് എപ്പോഴും വരുന്നതാണ്. പിന്നെ പറയാവുന്ന ഏറ്റവും വലിയ നമ്മളെ സംബന്ധിച്ച് അറിഞ്ഞിരിക്കേണ്ട ഒരു ദിർഹം ത്തിൻ്റെ ഒരു പവർ ഇസ് വൺ ഓഫ് ദ മോസ്റ്റ് സ്റ്റേബിൾ കറൻസി ഇൻ ദ വേൾഡ് അല്ലേ. അത് US ഡോളറുമായിട്ട് പെഗ്ഡ് ആണ്. അപ്പോൾ അതുകൊണ്ട് അതിൻ്റെ വൊളാറ്റിലിറ്റി ഒരിക്കലും അതിനെ അപ്രീഷിയേറ്റ് ചെയ്യില്ല. ഇപ്പം നമ്മൾ കഴിഞ്ഞൊരു 15 വർഷത്തെ ഒരു സ്റ്റാറ്റിക്സ് എടുത്തു കഴിഞ്ഞാൽ ഏകദേശം 90 to 95% ദിർഹം ഇന്ത്യൻ റുപ്പീസിനെ കുറിച്ച് അപ്രീഷിയേറ്റ് ചെയ്തു. ഈവൻ ഇൻ വേഴ്സ് സിനാറിയോ നിങ്ങളുടെ പ്രോപ്പർട്ടി അപ്രീഷിയേറ്റ് ചെയ്യില്ല, ദിർഹം മസ്റ്റ് അപ്രീഷിയേറ്റ്. ഇറ്റ്സ് എ ഗ്ലോബൽ കറൻസി, വൺ ഓഫ് ദ മോസ്റ്റ് സ്റ്റേബിൾ കറൻസി ഇൻ ദ വേൾഡ്. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള എല്ലാ ഫാക്ടറുകളും നമ്മൾ ആട്രിബ്യൂട്ട് ചെയ്യപ്പെടുമ്പോൾ നമുക്ക് മസ്റ്റായിട്ട് ഒരു സെക്കൻഡ് ഹോം എന്ന നിലയിൽ നമുക്ക് കൺസിഡർ ചെയ്യാവുന്ന ഒരു ഡെസ്റ്റിനേഷൻ തന്നെയാണ് ദുബായ്. ദീപു, നല്ലൊരു സെഷനായിരുന്നു. നമ്മൾ ഇതിനെക്കുറിച്ച് ഡിസ്കസ് ചെയ്തപ്പോൾ തന്നെ എനിക്ക് അറിയാമായിരുന്നു, കാരണം നമുക്ക് ഒത്തിരി കാര്യങ്ങൾ ഇതിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ട് പറ്റും. ഇപ്പം എനിക്ക് ഉണ്ടായ അല്ലെങ്കിൽ നമ്മൾ ഡിസ്കസ് ചെയ്ത കുറേ പോയിന്റ്സ് വെച്ചിട്ടാണ് ഞാൻ ഈ ഒരു ക്വസ്റ്റ്യൻസ് ഒക്കെ ക്രിയേറ്റ് ചെയ്തത് ആക്ച്വലി. അപ്പോൾ അതിൽ എനിക്ക് തോന്നുന്നു നമ്മളുടെ ഒരു വ്യൂവേഴ്സിന് ഒരുപാട് കാര്യങ്ങൾ അതിൽ മനസ്സിലാക്കാൻ പറ്റിയിട്ടുണ്ടായിരിക്കണം. പിന്നെ എനിക്ക് നെക്സ്റ്റ് വേണ്ടതെന്ന് പറയുന്നത്, ഇപ്പോൾ ദീപ അവിടെ നല്ല രീതിയിൽ ബിസിനസ് ചെയ്യുന്നുണ്ട്, ഒത്തിരി പ്രീമിയം ബിൽഡേഴ്സായിട്ട് ടൈപ്പ് ചെയ്ത് ബിസിനസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അവിടെ എവിടെയൊക്കെ നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാം, ആ ബിൽഡേഴ്സ് ആരൊക്കെയാണ്, അല്ലെങ്കിൽ ഏതൊരു ബ്രാക്കറ്റിലാണ് നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റുക. അപ്പോൾ അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ ആയിട്ട് നമുക്ക് എനിക്ക് തോന്നുന്നു ഇമ്മീഡിയറ്റ്ലി തന്നെ അടുത്തൊരു വ്ളോഗായിട്ടോ പോഡ്കാസ്റ്റ് ആയിട്ടോ നമുക്കിരിക്കാം. അപ്പം താങ്ക്സ് ഫോർ യുവർ ടൈം. Thank you so much, Nimi. It's been a pleasure to be with you. Especially we discuss real estate. We both are passionate about this industry. Yes. അപ്പോൾ നമ്മൾ ഏതൊക്കെ റിയൽ എസ്റ്റേറ്റിൻ്റെ ഏതൊക്കെ മേഖലകളിൽ നമ്മൾ സഞ്ചരിച്ചാലും നമുക്കൊരു കോമൺ ഗ്രൗണ്ട് ഉണ്ടാവും ഡിസ്കസ് ചെയ്യാനും. അതിനകത്ത് നമ്മുടെ കൂടെയുള്ള ഇൻവെസ്റ്റേഴ്സിന് അല്ലെ നമ്മുടെ വാല്യുബിൾ ആയിട്ടുള്ള ക്ലയൻസ്, അതാണല്ലോ നമ്മുടെ ഒരു സ്ട്രെങ്ത് അല്ലേ. അപ്പോൾ അവരുടെ ഒരു ഇൻവെസ്റ്റ്മെന്റ് ജേർണിയിൽ എത്രമാത്രം ഒരു വാല്യൂ അഡീഷൻ നമുക്ക് കമ്പൈൻഡ് ആയിട്ട് ചെയ്യാൻ പറ്റുന്നതിന് ഒന്നിൻ്റെ ഒരു കോമൺ ഗ്രൗണ്ടാണ് ഇങ്ങനെയൊക്കെയുള്ള ഒരു സെഷൻസ്. അപ്പോൾ എന്നെ ഈ ഒരു സെഷനിലേക്ക് ഇൻവൈറ്റ് ചെയ്തതിലും ഇത്രയും സമയം എന്നോട് സംസാരിച്ചതിലും ഐ ആം സോ ഒബ്ലൈസ്ഡ് ടു യു. ഐ ആം സോ താങ്ക്ഫുൾ ടു യു. നമുക്ക് ഡെഫിനറ്റ്ലി പ്ലാൻ ചെയ്യാം ദുബായ് മാർക്കറ്റിനെ കുറിച്ച്. കാര്യം വി ആർ കമ്മിങ് അപ്പ് സം ബിഗ് പ്ലാൻസ് ഫോർ ദുബായ് ആസ് വെൽ ആസ് റെസ്റ്റ് ഓഫ് ദ എമിറേറ്റ്സ് ഓഫ് UAE. അപ്പം അങ്ങനെയുള്ള വളരെ വിശാലമായിട്ടുള്ള ഒരു ക്യാൻവാസിലേക്ക് നമുക്ക് ഇതിനെ കൊണ്ടുവരാം. പ്രോജക്റ്റുകളെ കുറിച്ച് ഡിസ്കസ് ചെയ്യാം. ഏതെങ്കിലും ഇൻവെസ്റ്റേഴ്സിന് താല്പര്യമുണ്ട് ലീഗലായിട്ടോ
റെഗുലേറ്ററി വൈസോ ഇപ്പം മണി എക്സ്പാട്രേറ്റ് ചെയ്യുന്നതിൻ്റെ സാങ്കേതിക വശങ്ങളെക്കുറിച്ചോ ഒക്കെ പലർക്കും സംശയങ്ങളുണ്ട്. എങ്ങനെയായിരിക്കും ഒരു പക്ഷേ ഒരു NRI അല്ലാത്ത ഒരാൾ അവിടേക്ക് പൈസ ട്രാൻസ്ഫർ ചെയ്യേണ്ടത്, അതിനൊക്കെ എല്ലാം കറക്റ്റ് RBI കംപ്ലയൻസ് കൊടുത്തിട്ടുള്ള ചാനൽസ് ഉണ്ട് നമുക്ക് റെഗുലറൈസ്ഡ് വേല ചെയ്യാവുന്നത്. അപ്പോൾ അതിനെക്കുറിച്ചൊക്കെ ഉള്ള ഒരു വളരെ വിശദമായിട്ടുള്ള ഇങ്ങനെയുള്ള ടെക്നിക്കൽ ടേംസ് എക്സ്പ്ലെയിൻ ചെയ്യുന്ന മറ്റൊരു സെഷൻ ഡെഫിനറ്റ്ലി വി ക്യാൻ പ്ലാൻ ഫോർ ദാറ്റ്. No worries, always looking forward to that sessions. Thank you, Devu. Thank you so much, Nimit.